അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ സംബന്ധിച്ച 14 ഇന ധാരണാപത്രം അന്തിമമാക്കിയതായും ഇരു രാജ്യങ്ങളും ഡിജിറ്റലി ഇതിൽ ഒപ്പുവെച്ചതായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒപ്പുവെച്ചതോടെ കരാർ പ്രാബല്യത്തിൽ വന്നു. ഫ്രാൻസ് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കവെ കരാറിൽ ഒപ്പുവെച്ചതായി ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമാബാദ് മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നറിയപ്പെടുന്ന ഈ ഉടമ്പടി ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ അംഗീകരിച്ചതാണെന്നും ഇനി ഇതിന്റെ നടത്തിപ്പിന്റെ ഘട്ടമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബക്കായി വാർത്താ ഏജൻസിയായ ഇർണയോട് പറഞ്ഞു. നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രകാരം വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കേണ്ടിയിരുന്ന ഒപ്പുവെക്കൽ ചടങ്ങ് ഇലക്ട്രോണിക് ഒപ്പിടലിന് പിന്നാലെ ഒഴിവാക്കിയിട്ടുണ്ട്. കരാർ പ്രകാരം യുദ്ധം എല്ലാ മേഖലകളിലും ഉടനടി അവസാനിക്കും. ഹൊർമൂസ് കടലിടുക്ക് വഴി ടോളില്ലാതെ കപ്പൽ ഗതാഗതം പുനരാരംഭിക്കാനും ഇറാന് മേലുള്ള US ഉപരോധം പിൻവലിക്കാനും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കാനും ധാരണയായിട്ടുണ്ട്. കൂടാതെ യുദ്ധാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇറാനിലേക്ക് $300 ബില്യൺ നിക്ഷേപ ഫണ്ടും കരാറിൽ ഉൾപ്പെടുന്നു. ഇറാൻ ആണവായുധം നിർമ്മിക്കില്ലെന്നും ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കുറയ്ക്കുമെന്നും കരാറിൽ സമ്മതിച്ചിട്ടുണ്ട്. അന്തിമ കരാറിലെത്താൻ 60 ദിവസത്തെ സമയപരിധിയും ഉടമ്പടിയിൽ ഉൾപ്പെടുന്നുണ്ട്. US-മായുള്ള കരാറിനെ സ്വന്തം വിജയമായിട്ടാണ് ഇറാൻ നോക്കിക്കാണുന്നത്. ഇതിനിടെ ഹൊർമൂസ് കടലിടുക്ക് പഴയ അവസ്ഥയിലേക്ക് മടങ്ങില്ലെന്നും കടലിടുക്കിലെ പരമാധികാരം ഇറാനാണെന്നും ഇതിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കുമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫ് വ്യക്തമാക്കിയത് ട്രംപ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയായിട്ടുണ്ട്. ഹൊർമൂസ് കടലിടുക്ക് എക്കാലവും ടോൾ ഫ്രീ ആയിരിക്കുമെന്ന ട്രംപിന്റെ നേരത്തെയുള്ള വാഗ്ദാനത്തിന് ഇത് തിരിച്ചടിയാണ്. അമേരിക്കയിൽ ഈ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇറാനോട് അമിത മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നാരോപിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊരു സമ്പൂർണ്ണ കരാറല്ലെന്നും ഭാവി ചർച്ചകളിലേക്കുള്ള തുടക്കം മാത്രമാണെന്നുമാണ് വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക വിശദീകരണം. അതേസമയം ആണവായുധങ്ങൾ വികസിപ്പിക്കലെന്ന് ഇറാൻ കരാറിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഐക്യരാഷ്ട്രസഭയുടെ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെയും മേൽനോട്ടത്തിൽ ഒഴിവാക്കും. ലബനനിലെ യുദ്ധവിരാമവും സമാധാന കരാറിന്റെ അവിഭാജ്യ ഘടകമാണ്. ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന ഏതൊരു ആക്രമണവും കരാർ ലംഘനമായി കണക്കാക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബക്കായി വ്യക്തമാക്കി. ഇതൊരു താൽക്കാലിക ധാരണ മാത്രമാണെന്നും വ്യവസ്ഥകൾ ലംഘിച്ചാൽ വീണ്ടും ബോംബാക്രമണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും ഫ്രാൻസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ജനറൽ കാസിം സുലൈമാനിയെ വധിക്കാനുള്ള തന്റെ മുൻ തീരുമാനവും സൈനിക നീക്കങ്ങളുമാണ് ഇറാനെ ചർച്ചാമേശയിൽ എത്തിച്ചതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പുതിയ ഇറാൻ നേതൃത്വം കൂടുതൽ വിവേകശാലികളാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. മരവിപ്പിച്ച ഫണ്ട് തിരികെ നൽകുന്നത് രാജ്യാന്തര തലത്തിൽ അമേരിക്കൻ ഡോളറിന്റെ വിശ്വാസ്യത നിലനിർത്താൻ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാനുമേൽ അമേരിക്ക ആക്രമണം നടത്തിയതോടെയാണ് 40 ദിവസം നീണ്ട യുദ്ധം ആരംഭിച്ചത്. ആഗോളതലത്തിൽ ഇന്ധനവില വർധനവിനും സാമ്പത്തിക പ്രതിസന്ധിക്കും ഇത് കാരണമായിരുന്നു. ഏപ്രിൽ 8-ന് പ്രഖ്യാപിച്ച വെടിനിർത്തലിന് ശേഷമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ സജീവമായത്. കരാർ പ്രാബല്യത്തിൽ വന്ന കാര്യം ഷെഹ്ബാസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് പുതിയ നയതന്ത്ര നീക്കം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.